ഓക്കെ, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. നമ്മൾ ഇന്ന് CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്സിലെ ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് നോക്കുന്നത്. ഓക്കെ, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. നമുക്കറിയാലോ, CRPCയുടെ പിൻഗാമി എന്നറിയപ്പെടുന്ന ദി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത BNSS 2023 നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം സിലബസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, കുറച്ച് ലെങ്തിയുമാണ്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ അനുസരിച്ച് ഇപ്രാവശ്യം നോക്കുമ്പോൾ വലിയൊരു സിലബസ് ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ആരും ഭയപ്പെടാനല്ല പറഞ്ഞത്, നമ്മൾ നന്നായിട്ട് പഠിക്കും. ഓക്കെ, കഥ പോലെ പഠിക്കും. ഓക്കെ, കൂടെ നിന്നോളുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സിലബസ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് നോക്കിയാൽ 3 മാർക്കിനാണ് അല്ലെ. BNSS എത്ര മാർക്കിനാണ് പറയുന്നത്? 3 മാർക്കിനാണ്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 3 മാർക്കിനാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ഡെഫിനിഷൻസ് എന്നൊരു പോർഷനിലാണ് തുടങ്ങുന്നത്. എന്താണ് ഡെഫിനിഷൻസ്? എന്താണ് 2 clause A, 2 clause C. 2 clause A എന്താണ്? ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്. നമുക്കറിയാം ഇപ്രാവശ്യത്തെ പുതുതായിട്ട് വന്ന നിയമങ്ങളാണ് BNSഉം BNSSഉം BSA അല്ലെ, ഭാരതീയ സാക്ഷി അധിനിയം. അപ്പൊ ഇതിനകത്ത് പുതുതായിട്ട് എല്ലാത്തിനും പ്രാധാന്യം കൊടുത്തുള്ളത് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീഡിയത്തിനാണ്. അപ്പൊ അതുപോലെ 2 clause A, 2 clause C, 2 clause G കണ്ടോ, ഇതെല്ലാം നമുക്ക് എന്താണ് ഇതിന്റെ ഡെഫിനിഷൻസ് നമ്മൾ ഇന്ന് തന്നെ ഉടനെ പഠിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ടുള്ള ഒരു പോർഷൻ ആണ് എന്താണ് പവേഴ്സ് ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ് ആൻഡ് എയ്ഡ് ടു ദി മജിസ്ട്രേറ്റ് ആൻഡ് ദി പോലീസ്. അതായത് മേലുദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങളും പോലീസിനും മജിസ്ട്രേറ്റിനുമായുള്ള സഹായവും എന്നാണ് ടോപ്പിക്കിന്റെ പേര്. മേലുദ്യോഗസ്ഥന്മാരുടെ അധികാരവും പോലീസിനും മജിസ്ട്രേറ്റിനുമായുള്ള ജനങ്ങളുടെ സഹായം എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അടുത്ത മൂഡ്. അപ്പൊ ഇത് ഇത്രയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. അടുത്ത പോർഷൻ അറസ്റ്റ് ഓഫ് പേഴ്സൺസ് ആണ്. അപ്പോ പേഴ്സൺസിന്റെ അറസ്റ്റിനെ പറ്റി പറയുന്ന ഒരു മോഡ്യൂളാണ് അടുത്ത് വരാൻ പോകുന്നത്. ഇതെല്ലാം അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസ് ആണ്. 61 വരെ ഏകദേശം അറസ്റ്റുമായി ബന്ധപ്പെട്ട. അത് കഴിഞ്ഞ് സമൻസ് ആൻഡ് വാറണ്ട്. സമൻസും വാറണ്ടും എന്താണെന്നാണ് ഈ വരാൻ പോകുന്ന അടുത്ത മോഡ്യൂൾ പറയുന്നത്. സമൻസ് ആൻഡ് വാറണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അത് തന്നെയാണ് പറയുന്നത്. സമൻസ് ആൻഡ് വാറണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അത് തന്നെയാണ്. ഓക്കെ, അത് സെർച്ച് ആൻഡ് സേസ്, അതായത് പരിശോധനയും പിന്നെ പിടിച്ചെടുക്കലുമാണ് അല്ലെ. നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ സെർച്ച് വാറണ്ടൊക്കെ സെർച്ച് ചെയ്യാം. അതുപോലെ സേസ് പിടിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ പിടിച്ചെടുക്കാമല്ലോ, കണ്ടുകെട്ടൽ. അതൊക്കെ മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് ട്രാങ്ക്വിലിറ്റി എന്നൊരു പോർഷൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് സംഘടിതമായിട്ടുള്ള കുറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, അതിന്റെ നടപടികളൊക്കെ. അത് പ്രിവെന്റീവ് ആക്ഷൻ ഓഫ് ദി പോലീസ്, ഇത് തടയാൻ വേണ്ടി പോലീസിന് എന്ത് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ. അതുപോലെ ഇൻഫോർമേഷൻ ടു ദി പോലീസ് ആൻഡ് ദെയർ പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ പോലീസിനുള്ള വിവരങ്ങളും അതിനുള്ള അധികാരങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരങ്ങൾ, FIR ഒക്കെ വരുന്ന ഒരു പോർഷനാണ് ഇതാ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഭയങ്കര വലിയൊരു മൊഡ്യൂളാണ്. ഇത് കണ്ട് നമുക്ക് പേടിക്കണ്ട, നമ്മൾ കഥ പോലെ പഠിക്കും. കൃത്യമായിട്ട് ഓരോ ക്ലാസ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് പഠിച്ച് സെറ്റ് ആവുക, നന്നായിട്ട് മനസ്സിലാവും. 3 മാർക്ക് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് പോർഷൻ നമുക്ക് നോക്കുന്നു. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. എന്താണ് ഈ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 അല്ലെങ്കിൽ BNSS 2023? നമുക്കറിയാം ഈ CRPC, നമുക്കറിയാലോ BNS എന്ന് പറഞ്ഞാൽ IPCയുടെ പകരക്കാരാണ് BNS അല്ലെ, ഭാരതീയ ന്യായ സംഹിത. ഈ ഭാരതീയ ന്യായ സംഹിതയിലോ മറ്റേതെങ്കിലും നിയമത്തിലോ ഒരാൾക്ക് കോടതി ശിക്ഷ വിധിക്കും മുമ്പ്, ശിക്ഷ വിധിക്കണമല്ലോ, ഇത്ര വർഷം ഇത്ര പിഴ എന്നൊക്കെ പറഞ്ഞു. ആ ശിക്ഷ വിധിക്കണമെങ്കിൽ കോടതി ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ആ നടപടിക്രമങ്ങളാണ് CRPCയിൽ പറയുന്നത്, അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലും മാറ്റിയത്. കാരണം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആ പദങ്ങൾ അല്ലെ, കുറെ പദങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ജീവിച്ചിരുന്ന സമയത്തുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇപ്പോൾ ആധുനിക നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ യുഗമാണ്. അപ്പൊ ഈ ഡിജിറ്റൽ യുഗത്തിൽ അതിൻ്റെതായ മാറ്റം നമ്മൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പൊ കാലാകാലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ നിയമങ്ങളെയും സർക്കാർ മാറ്റി എഴുതി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2023 അവതരിപ്പിച്ചു. അപ്പോ 2023 ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ക്ലിയർ ആണോ? 2023 ഓഗസ്റ്റ് 11 എന്നാണ് 2023 ഓഗസ്റ്റ് 11 അവതരിപ്പിച്ചു. സെറ്റ് ആണോ? സെറ്റ്. ഇനി ആദ്യ ബില്ല് പിൻവലിക്കുകയും അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന
ആദ്യ ബില്ല് പിൻവലിച്ചു. 2023 ഡിസംബർ 12 പിൻവലിച്ചു. അത് കഴിഞ്ഞ് പുതുക്കിയ രണ്ടാമത്തെ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തു. എന്ന് അവതരിപ്പിച്ചു? അതേ ഡേറ്റിൽ തന്നെയാണ് 2023 ഡിസംബർ 12 തന്നെ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് 2023 ഡിസംബർ 20 ആ ബില്ല് ലോക്സഭ പാസാക്കി. അപ്പൊ ഡിസംബർ 12 ആദ്യ ബില്ല് പിൻവലിച്ചു, ആ ദിവസം തന്നെ പുതുക്കിയ ബില്ല് അവതരിപ്പിച്ചു. 2023 ഡിസംബർ 20 ലോക്സഭ അത് പാസാക്കുകയും 21 രാജ്യസഭ പാസാക്കുകയും ഡിസംബർ 25 രാഷ്ട്രപതി ദ്രൗപദി മുർമു അത് ഒപ്പുവെക്കുകയും ചെയ്തു. അങ്ങനെ 2024 ജൂലൈ 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിലുണ്ട്. 2024 ജൂലൈ 1 മുതൽ ഈ നിയമം എന്ത് ചെയ്തു? പ്രാബല്യത്തിലുണ്ട്. സെറ്റാണോ? മനസ്സിലാക്കിക്കോളൂ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ആ ഡേറ്റ് കണ്ടോ? 2024 ജൂലൈ 1. ഈ പോയിന്റ് ഓർമ്മിച്ചു വെക്കണം. BNSS ഇന്ത്യ ഒട്ടാകെ നിലവിൽ വന്നു. ഓക്കെ, ഇതാണ്ടോ ഇതിൽ ഒപ്പിട്ട രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇത്രയും നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇൻട്രൊഡക്ഷൻ ആണ്. ക്ലിയർ. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. BNSSന്റെ ഘടന എന്ന് പറഞ്ഞാൽ നേരത്തെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC ആയിരുന്നതിനേക്കാളും മാറ്റമുണ്ട്. കാരണം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും അധികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. കാരണം പട്ടിക എന്ന് പറഞ്ഞാൽ 2 പട്ടിക തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പോഴും 2 തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്നത് ഏകദേശം 484ഓളം സെക്ഷൻസ് ആയിരുന്നു. ഇപ്രാവശ്യം അത് 531 സെക്ഷനായി മാറി. നേരത്തെ ഉണ്ടായിരുന്ന 37 ചാപ്റ്റേഴ്സ് ഏകദേശം ഇപ്പോൾ എത്രയായി? 39 ചാപ്റ്റേഴ്സ് ആയി മാറി. അപ്പൊ BNSSന്റെ ഘടന എന്ന് പറഞ്ഞാൽ എത്രയാണ്? 39 ചാപ്റ്ററും 531 വകുപ്പുകളും 2 പട്ടികയുമാണെന്ന് മനസ്സിലാക്കുക. ഇത്രയും ക്ലിയർ ആണോ? 39 അധ്യായങ്ങള്, 531 വകുപ്പുകള്, 2 പട്ടികകൾ എന്നാണ് ഇത്. ക്ലിയർ? അവിടെ നമുക്ക് ഈ പട്ടിക എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി തരാം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇതാണ് പട്ടിക എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഓർമ്മിച്ചോ. ഇതാണ് BNSSലെ പട്ടിക. അതിലെ പട്ടിക 1 എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെയാണ്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല കേട്ടോ. പട്ടിക 1 എന്ന് പറഞ്ഞാൽ ഞാൻ BNSലെ ഒരു സെക്ഷൻ ഇവിടെ എഴുതുകയാണ്. 100 എന്നൊരു സെക്ഷൻ. അടുത്ത സെക്ഷൻ 101 സെക്ഷൻ എഴുതും, 102 എന്ന സെക്ഷൻ എഴുതും. ഇതുപോലെയാണ് പട്ടിക കിടക്കുന്നത്. നമുക്കറിയാം BNSS ബുക്കിന്റെ ഏറ്റവും പുറകു ഭാഗത്ത് നോക്കിയാൽ ഷെഡ്യൂൾ 1 കാണാം. അപ്പൊ 100, 101 എക്സാമ്പിൾ ആണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, അതിന്റെ ആദ്യത്തെ കോളത്തിനകത്ത് ഇതെന്താണ് 100 എന്നാണ് കാണിക്കുന്നത്. എന്താണിത്? അപ്പൊ ഇത് നമുക്ക് കുറ്റകരമായ നരഹത്യ എന്നുണ്ടാവും അടുത്ത കോളത്തിൽ. അതിന്റെ അടുത്ത കോളത്തിൽ അതിന്റെ ശിക്ഷ എത്ര എന്നുണ്ടാവും. അതിന്റെ അടുത്ത കോളത്തിലുണ്ടാവും കൊഗ്നൈസബിൾ ഓർ നോൺ കൊഗ്നൈസബിൾ എന്നുണ്ടാവും. അതിന്റെ അടുത്ത കോളത്തിൽ ബെയിലബിൾ ഓർ നോൺ ബെയിലബിൾ എന്നുണ്ടാവും. ഓക്കെ, ലാസ്റ്റ് കോളത്തിൽ വിച്ച് കോർട്ട് എന്നും ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഹെഡിങ് ആയിട്ടുള്ളത്. അപ്പൊ മറക്കരുത്, ആദ്യത്തെ കോളത്തിനകത്ത് എന്ത് കുറ്റത്തിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്നും, രണ്ടാമത്തേതിനകത്ത് അതിനെന്ത് ശിക്ഷ കിട്ടുമെന്നും, മൂന്നാമത്തേത് കൊഗ്നൈസബിൾ ആണോ നോൺ കൊഗ്നൈസബിൾ ആണോ എന്നും, നാലാമത്തേതിനകത്ത് ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്നും, അഞ്ചാമത്തേതിനകത്ത് ഏത് കോടതിയാണ് ഇത് പരിശോധിക്കേണ്ടത് എന്നും ഉണ്ടാകും. അപ്പൊ നമുക്ക് ഏതൊരു കോടതി ഏതൊരു ശിക്ഷ വിധിച്ചാലും നിങ്ങൾ അറിയുക, അത് BNSS പട്ടിക 1 പരിശോധിച്ചിട്ടേ ചെയ്യുള്ളൂ. ഒരു കേസ് പ്രകാരം ഒരാൾക്ക് ജാമ്യം കൊടുക്കണമെങ്കിലോ ഇല്ല എങ്കിലോ, ഒരാൾക്ക് ഒരു കേസ് പ്രകാരം ജാമ്യം കൊടുക്കണമെങ്കിലോ പറ്റില്ല എങ്കിലോ അത് ആരാ തീരുമാനിക്കുന്നത്? കോടതി തന്നെയാണ്. പക്ഷെ കോടതി എന്ത് പരിശോധിച്ചാ തീരുമാനിക്കുന്നത്? പട്ടിക 1. ഈ പട്ടിക 1-നകത്ത് ബെയിലബിൾ എന്ന് കണ്ടിരുന്നാൽ അയാൾക്ക് എന്ത് കിട്ടാം? ജാമ്യം കിട്ടാം. പട്ടിക 1-നകത്ത് നോൺ ബെയിലബിൾ ആണ് എങ്കിൽ എന്ത് കിട്ടില്ല? ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യം അറിയുക. അതുപോലെ കൊഗ്നൈസബിൾ കേസും നോൺ കൊഗ്നൈസബിൾ കേസും ഉണ്ട്. ഓക്കെ, കൊഗ്നൈസബിൾ എന്ന് പറഞ്ഞാൽ പട്ടിക 1-ൽ പറഞ്ഞതിന് പ്രകാരമുള്ള കേസാകാം. അതുപോലെ തന്നെ എന്താണ് ഈ പട്ടിക പ്രകാരം എന്താണ് പോലീസിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് കൂടെയാണ് നോൺ കൊഗ്നൈസബിൾ കേസ്. നോൺ കൊഗ്നൈസബിൾ ആണെങ്കിൽ പോലീസിന് വാറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നത് ഏതിനകത്താണ്? പട്ടിക 1-നകത്താണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ ആണോ? പട്ടിക 1-നെ കുറിച്ച് മനസ്സിലായോ? ഇനി എവിടെയെങ്കിലും BNSS-നകത്ത് പട്ടിക 1 എന്ന പദം കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യം ഇല്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തിലേക്ക് പോകുന്നു. എന്താണ്? സിലബസിലേക്ക് പോവാണ്. സിലബസിൽ ഫസ്റ്റ് 2 നിർവചനങ്ങൾ എന്നാണ്, ഡെഫിനിഷൻസ്. ഈ സംഹിതയിൽ സന്ദർഭം മറ്റു പ്രകാരത്തിൽ എന്താണ് ആവശ്യപ്പെടാത്ത പക്ഷം എന്താണ്? യഥാർത്ഥത്തിൽ 2 clause 1 എന്നാണ്. കണ്ട, 2-നകത്തെ 1-നകത്തെ A എന്നാണ് യഥാർത്ഥ സിലബസിൽ വരുന്നത്. 2 clause 1 clause A. പക്ഷെ നമ്മുടെ സിലബസിൽ 2 clause A എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. രണ്ടും ശരി തന്നെ. അപ്പൊ ഇതെങ്ങനെ വരും? 2 clause 1 clause A എന്നാണ് വരുന്നത്. ഓക്കെ, എന്താണ് ശ്രവ്യ ദൃശ്യ ഇലക്ട്രോണിക്സ് മാർഗം? ഞാൻ ആദ്യമേ പറഞ്ഞു ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക്സ് മീൻസ് എന്നാണ്. ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്നാണ് ഇതിന്റെ ഹെഡിങ്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ
തെളിവുകൾ തെളിവുകളായിട്ട് കോടതിക്ക് ഇലക്ട്രോണിക് രൂപത്തിലുള്ള തെളിവുകളും എടുക്കാമെന്നാണ് ഇപ്രാവശ്യം BNSS പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പ്രധാനം. എന്നതിൽ വീഡിയോ കോൺഫറൻസിങ്ങോ തിരിച്ചറിയൽ പ്രക്രിയയോ ശോധന നമ്മൾ ശോധനയും പിടിച്ചെടുക്കലും അല്ലെങ്കിൽ തെളിവ് എന്നിവയുടെ നടപടിക്രമങ്ങൾ റെക്കോർഡ് ചെയ്യൽ, ഇലക്ട്രോണിക് ആശയവിനിമയം കൈമാറ്റം ചെയ്യൽ എന്നിവയ്ക്കായും കൂടാതെ സർക്കാർ ചട്ടങ്ങളാൽ മറ്റാവശ്യങ്ങൾക്കായി മറ്റു മാർഗത്തിലൂടെ നൽകിയിരിക്കുന്ന ഏതെങ്കിലും ആശയവിനിമയ ഉപകരണം ഉൾപ്പെടുന്നു എന്നാണ്. ഇലക്ട്രോണിക് മീൻസ് ദൃശ്യശ്രവ്യ എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ്, ഓഡിയോ ആകാം, വീഡിയോ ആകാം, നമ്മളത് ഇലക്ട്രോണിക് മീൻസ് ആവാം. ഇതിലുള്ള ഏത് രേഖകളും തെളിവായി എടുക്കാം. അതുപോലെ തന്നെ അത് BNSS ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോർഷൻ ആണ് 2 clause 1 clause A എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കുക, എന്താണെന്ന് മാത്രമേ ചോദിക്കുള്ളൂ. 2 clause 1 clause A എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചറിയൽ പ്രക്രിയക്കായിട്ട് എടുക്കാം, വീഡിയോ കോൺഫറൻസിംഗ് ആയിട്ട് ഉപയോഗിക്കാം, പരിശോധനയ്ക്കായിട്ട് നമുക്ക് മൊബൈലൊക്കെ എടുത്തൂടെ, പിടിച്ചെടുക്കൽ എടുത്തൂടെ, തെളിവിനായിട്ട് എടുത്തൂടെ എന്നിവയുടെ നടപടിക്രമങ്ങൾ റെക്കോർഡ് ചെയ്യൽ തുടങ്ങിയവയെല്ലാം ഇതിലൂടെ നമുക്ക് ചെയ്യാം എന്നാണ് ഇതിന്റെ അർത്ഥം. കാണാതൊന്നും പഠിക്കേണ്ട, മനസ്സിലാക്കുക. രണ്ടാമത്തെ പോർഷൻ സിലബസിൽ തന്നെ 2 clause 1 clause C എന്നാണ്. 2 clause 1 clause C എന്താണ്? 2 clause 1 clause C എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക, ജാമ്യം അനുവദിക്കേണ്ട കുറ്റങ്ങൾ. എന്താണ് ജാമ്യം അനുവദിക്കേണ്ട കുറ്റം? എന്താണ് ജാമ്യം അനുവദിക്കേണ്ട കുറ്റം എന്ന് ചോദിച്ചാൽ, ജാമ്യം അനുവദിക്കേണ്ടതായി ഏതിനകത്ത് പറഞ്ഞിട്ടുണ്ട്? ഒന്നാം പട്ടികയിൽ. ഇനി ഒന്നാം പട്ടികയെ കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യം നിങ്ങൾക്കില്ല. നന്നായിട്ടത് മനസ്സിലായി കാണണം. ജാമ്യം അനുവദിക്കേണ്ടതായി ഒന്നാം പട്ടികയിൽ കാണിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമം ജാമ്യം അനുവദിക്കേണ്ടതോ ആയ ഒരു കുറ്റം എന്നർത്ഥമാകുന്നതും, ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്ത കുറ്റം എന്നാൽ മറ്റേതെങ്കിലും കുറ്റം. അപ്പൊ അതായത് 2 clause 1 clause C എന്ന് പറഞ്ഞാൽ ബെയിലബിളും വരും, നോൺ ബെയിലബിളും വരും. രണ്ടും സെയിം തന്നെയാണ്, രണ്ടും ഒരു സെക്ഷനകത്താണ് വരുന്നത്. ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ എന്ന് പറഞ്ഞാൽ എവിടെ ഞാൻ കാണിച്ചു തന്നു? ആദ്യമേ ഞാൻ ഇവിടെ കാണിച്ചു തന്നില്ലേ? ഇവിടെ കണ്ടോ ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ എവിടെ പറഞ്ഞിട്ടുണ്ട്? പട്ടിക 1-നകത്തല്ലേ പറഞ്ഞ, ഷെഡ്യൂൾ 1-നകത്തല്ലേ പറഞ്ഞ. അപ്പൊ അതിനകത്ത് സെന്റൻസ് വായിച്ചാൽ ഇനി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? മനസ്സിലാവും നിങ്ങൾക്ക്. എന്താണ് ജാമ്യം അനുവദിക്കേണ്ട കുറ്റം എന്നാൽ ജാമ്യം അനുവദിക്കേണ്ടതായി ഏതിൽ പറഞ്ഞിട്ടുണ്ട്? ഒന്നാം പട്ടികയിൽ കാണിച്ചിരിക്കുന്നതോ തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമം. അപ്പോൾ ഇപ്പോൾ പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിൽ ഇത് ജാമ്യം അനുവദിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അത് ബെയിലബിൾ ഒഫൻസ്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്ത കുറ്റം എന്നാണ്, അത് നോൺ ബെയിലബിൾ ഒഫൻസ് എന്നാണ് അർത്ഥം. ക്ലിയർ ആണോ? 2 clause C ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. കോഗ്നൈസബിൾ കുറ്റം. എന്താണ് കോഗ്നൈസബിൾ ഒഫൻസ്? കോഗ്നൈസബിൾ ഒഫൻസ് എന്നാൽ ഏത് കുറ്റത്തിനാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒന്നാം പട്ടിക അനുസരിച്ചോ തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിന് കീഴിലോ വാറണ്ട് കൂടാതെയോ. ഇവിടെ അതെന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നാം പട്ടിക തന്നെയാണോ പറഞ്ഞിരിക്കുന്നേ? അപ്പൊ കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഇതും ഒന്നാം പട്ടികയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താണ് ഒന്നാം പട്ടികയ്ക്കകത്ത് കോഗ്നൈസബിൾ എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കോഗ്നൈസബിൾ കുറ്റം, നോൺ കോഗ്നൈസബിൾ എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നോൺ കോഗ്നൈസബിൾ കുറ്റം. അപ്പൊ കോഗ്നൈസബിൾ കുറ്റം എന്നാൽ ഏത് കുറ്റത്തിനാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒന്നാം പട്ടിക അനുസരിച്ചോ തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിന് കീഴിലോ എന്തില്ലാതെ അറസ്റ്റ് ചെയ്യാം ഒരു വ്യക്തിയെ? വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാം. ഉദാഹരണം, വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അവിടെ റോഡിൽ നിന്ന് കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസിന് അയാൾ ചെയ്യുന്ന കുറ്റത്തിൽ സ്പോട്ടിൽ അയാൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കോടതിയിൽ പോയി വാറണ്ടുമായി വരികയാണെങ്കിൽ അത് കോഗ്നൈസബിൾ അല്ല, അത് നോൺ കോഗ്നൈസബിൾ കുറ്റമാണ്. അപ്പൊ ഇതാണ് 2 clause G for കോഗ്നൈസബിൾ കുറ്റം എന്നറിയുക. അപ്പൊ നമ്മൾ പഠിച്ചു പോവുകയാണ്. 2 clause G എന്ന് പറഞ്ഞാൽ കോഗ്നൈസബിൾ കുറ്റം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്താണ് പരാതി എന്ന് മനസ്സിലാക്കുക. പരാതി H എന്ന് പറഞ്ഞാൽ പരാതി എന്നാൽ മനസ്സിലാക്കുക, ഒരു മജിസ്ട്രേറ്റ് ഈ സംഹിതയിൻ കീഴിൽ നടപടി എടുക്കണമെന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തോട് അറിയപ്പെടുന്നവനോ അറിയപ്പെടാത്തവനോ ആയ ഏതോ ഒരാൾ ചെയ്തിരിക്കുന്നുവെന്ന് വാക്കാലോ ലിഖിതമായോ ചെയ്യുന്ന ഏതെങ്കിലും ആരോപണം എന്നർത്ഥമാകുന്നതും അതിൽ പോലീസ് റിപ്പോർട്ട് ഉൾപ്പെടുന്നതല്ല എന്നതുമാകുന്നു. അപ്പോ വാക്കാലോ പ്രവൃത്തിയാലോ നമ്മൾ പറയുകയാണ് എന്താണ്? വാക്കാലോ പ്രവൃത്തിയാലോ നമ്മൾ പറയുകയാണ് എന്താണ്? ഒരാള് ഒരു കുറ്റം അല്ലെ, പരാതി എന്നാൽ സാർ എന്നെ ഒരാൾ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു മജിസ്ട്രേറ്റിന് മുമ്പാകെ ഒരു വ്യക്തി എന്ത് പറയുകയാണ്? ഏതോ ഒരാളാകാം, ചിലപ്പോൾ അറിയാവുന്ന വ്യക്തിയാകാം, എന്നോട് ഇത് ചെയ്തു എന്ന് നമ്മൾ പറയുകയാണ്. ഉദാഹരണം ഞാനത് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ഒന്നുകൂടെ പറയാം, നോക്ക്.
മജിസ്ട്രേറ്റ് ഈ സംഹിതയിൽ നടപടി എടുക്കണമെന്ന ലക്ഷ്യത്തോടെ, മജിസ്ട്രേറ്റിന് നമ്മൾ എന്തിനാ പരാതി പറയുന്നത്? നടപടി എടുക്കാൻ വേണ്ടിയില്ലേ? നടപടി എടുക്കണമെന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തോട് അറിയപ്പെടുന്നവനോ അറിയപ്പെടാത്തവനോ ആയ ഏതോ ഒരാൾ, അറിയപ്പെടുന്നവനാകാം അറിയപ്പെടാത്തവനാകാം ആയ ഏതോ ഒരാൾ കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന് വാക്കാലോ ലിഖിതമായോ, അയാൾ ആ കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന് വാക്കാലാകാം എഴുതി കൊടുത്തതുമായി ചെയ്യുന്ന ഏതെങ്കിലും ആരോപണം എന്നർത്ഥം, സത്യമാകണമെന്നില്ല, ചിലപ്പോൾ ആരോപണവും ആകാം, അതിൽ പോലീസ് റിപ്പോർട്ട് ഉൾപ്പെടുന്നതല്ലാത്തതുമാകുന്നു. അതില് പോലീസ് റിപ്പോർട്ട് ഉൾപ്പെടില്ല. കാരണം പോലീസിനടുത്താണ് പരാതി പറഞ്ഞിട്ട് പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ട് എന്തായിട്ട് കണക്കാക്കില്ല? പരാതിയായിട്ട് കണക്കാക്കില്ല. പക്ഷേ ഇതിന്റെ വിശദീകരണം എന്തെന്നാൽ ശ്രദ്ധിച്ചോണേ, ഇതിന്റെ വിശദീകരണം ശ്രദ്ധിക്കുക. അന്വേഷണത്തിന് ശേഷം, ഇനി പോലീസാണല്ലോ അന്വേഷണം നടത്തേണ്ടത്, അന്വേഷണത്തിന് ശേഷം കൊഗ്നൈസബിൾ അല്ലാത്ത ഒരു കുറ്റം ചെയ്യപ്പെട്ടതായി വെളിപ്പെടുന്ന ഒരു കേസിൽ, കൊഗ്നൈസബിൾ അല്ലാത്ത ഒരു കുറ്റം എന്നാൽ മനസ്സിലാക്കുക, കൊഗ്നൈസബിൾ അല്ലാത്ത കുറ്റം എന്നാൽ അപ്പൊ അതെന്ത് കുറ്റമായിരിക്കും? നോൺ കൊഗ്നൈസബിൾ ആയിരിക്കുമല്ലോ. ഈ നോൺ കൊഗ്നൈസബിൾ കുറ്റത്തിന് എന്ത് വേണം? അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് വേണ്ടേ? അല്ലെ? നോൺ കൊഗ്നൈസബിൾ കുറ്റത്തിന് അയാൾ അറസ്റ്റ് ചെയ്യാൻ എന്ത് വേണം? വാറണ്ട് വേണം. ഈ വാറണ്ട് തരേണ്ടത് ആരാണ്? മജിസ്ട്രേറ്റ് അല്ലേ? ഈ മജിസ്ട്രേറ്റിനടുത്ത് പോലീസ് പോയി അല്ലേ വാറണ്ട് ചോദിക്കേണ്ടത്? ആണ്. അപ്പൊ അവിടെ ശ്രദ്ധിച്ചോണം, നോൺ കൊഗ്നൈസബിൾ കുറ്റം ഇതാ പറഞ്ഞിരിക്കുന്നു. കൊഗ്നൈസബിൾ അല്ലാത്ത ഒരു കുറ്റം ചെയ്യപ്പെട്ടതായി വെളിപ്പെടുന്ന ഒരു കേസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന റിപ്പോർട്ട് പരാതിയായി കരുതപ്പെടുന്നതും അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പരാതിക്കാരനായി കരുതപ്പെടുന്നതുമാകുന്നു. അപ്പോ നോൺ കൊഗ്നൈസബിൾ കേസിൽ പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ട് എന്തായിട്ട് കണക്കാക്കാം? പരാതിയായിട്ട് കണക്കാക്കാം. കാരണം പോലീസ് അവിടെ ഈ റിപ്പോർട്ട് കൊടുത്തിട്ട് എന്താണ്, അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം അല്ലെ അനുവാദമാണ് ചോദിക്കുന്നത്. അപ്പൊ അതെന്തായിട്ട് എടുക്കാം? നോൺ കൊഗ്നൈസബിൾ കേസ് ആണെങ്കിൽ പോലീസിന് എന്താണ് ഇത് എടുക്കാം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇത് എന്തായിട്ട് എടുക്കാം? മനസ്സിലാക്കൽ പരാതി ആയിട്ട് കണക്കാക്കാം. അടുത്തത് അന്വേഷണ വിചാരണ. എന്താണ് അന്വേഷണ വിചാരണയും അന്വേഷണവും? കെയും എല്ലും, 2 ക്ലോസ് കെയും 2 ക്ലോസ് എല്ലുമാണ് പറയുന്നത്. അന്വേഷണ വിചാരണ എന്നാൽ ഈ സംഹിതയിൻ കീഴിൽ മജിസ്ട്രേറ്റോ കോടതിയോ നടത്തുന്നതും വിചാരണയല്ലാത്തതുമായ ഏതൊരു അന്വേഷണ വിചാരണയും എന്നർത്ഥമാകുന്നു. അപ്പൊ അന്വേഷണ വിചാരണ എന്നാൽ ഈ സംഹിതയിൻ കീഴിൽ മജിസ്ട്രേറ്റോ കോടതിയോ നടത്തുന്നത്. അപ്പൊ ആര് നടത്തുന്നതാകാം? മജിസ്ട്രേറ്റ് ആകാം, കോടതിയോ നടത്തുന്നതും വിചാരണയല്ലാത്തതുമായ ഏതൊരു അന്വേഷണ വിചാരണയും എന്നർത്ഥമാകുന്നു. അപ്പൊ വിചാരണ എന്ന് പറഞ്ഞാൽ കോടതിയിൽ മജിസ്ട്രേറ്റ് അറിയില്ലേ, പ്രതികളെയും വാദികളെയും ഒക്കെ വിളിച്ചു നിർത്തി ചോദിക്കുന്നത് വിചാരണ. ആ സമയത്തല്ലാതെ കോടതി ചില കേസുകൾ മാറ്റി വെച്ച് പഠിക്കില്ലേ വീട്ടിലിരുന്ന്, എന്ത് ചെയ്യണമെന്ന് മജിസ്ട്രേറ്റ് പഠിക്കില്ല. അതിനെയാണ് അന്വേഷണ വിചാരണ എന്ന് പറയുന്നത്. മജിസ്ട്രേറ്റ് ആണ് എന്ത് അന്വേഷണ വിചാരണ. ഇതിന്റെ മറ്റൊരു വാക്ക് നമ്മുടെ സിലബസ് ഉള്ളത് ഇൻക്വയറി എന്നാണ്. എന്താണ് ഇൻക്വയറി? അപ്പൊ അന്വേഷണ വിചാരണയുടെ മറ്റൊരു വാക്ക് ഇൻക്വയറി എന്നറിയുക. ഇനി അന്വേഷണം 2 ക്ലോസ് എൽ അന്വേഷണം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ, പോലീസ് ഉദ്യോഗസ്ഥനോ ഇതിലേക്ക് ഒരു മജിസ്ട്രേറ്റ് പ്രാധികാരം നൽകുന്ന വെച്ചാൽ അധികാരം നൽകുന്ന ഒരു മജിസ്ട്രേറ്റ് അല്ലാത്ത ഏതെങ്കിലും ആളോ തെളിവ് ശേഖരിക്കുന്നതിനായി നടത്തുന്ന പ്രവൃത്തിയാണ് അന്വേഷണം എന്നത്. അപ്പോ മജിസ്ട്രേറ്റ് അല്ലാത്ത അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് അധികാരം നൽകുന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനാകാം. പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കുറ്റകൃത്യം കണ്ടുപിടിക്കാനായി നടത്തുന്ന പ്രവൃത്തിയെ പറയുന്ന പേരാണ് അന്വേഷണം. എന്ത് ശേഖരിക്കാൻ വേണ്ടി? തെളിവ് ശേഖരിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവൃത്തിയെ പറയുന്ന പേരാണ് അന്വേഷണം. അപ്പോൾ ഒരു മജിസ്ട്രേറ്റ് നടത്തുന്നത് അന്വേഷണ വിചാരണയും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തുന്നത് അന്വേഷണവുമായും കണക്കാക്കാം. കറക്റ്റ് സിലബസ് ട്രാക്കിലാണ് നമ്മൾ പോകുന്നത്. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ്. അടുത്ത സെക്ഷൻ 2 ക്ലോസ് O എന്നാണ്. 2 ക്ലോസ് O നമ്മൾ 2 ക്ലോസ് G പഠിച്ച ഓർമ്മയുണ്ടോ? 2 ക്ലോസ് G സ്മോൾ g. 2 ക്ലോസ് G എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ക്ലോസ് G എന്ന് പറഞ്ഞാൽ കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. 2 ക്ലോസ് G എന്താണ്? കോഗ്നൈസബിൾ ഒഫൻസ്. എങ്കിൽ 2 ക്ലോസ് O എന്ന് പറഞ്ഞാൽ കോഗ്നൈസബിൾ അല്ലാത്ത കുറ്റം അല്ലെങ്കിൽ നോൺ കോഗ്നൈസബിൾ കുറ്റം. എന്താണ് നോൺ കോഗ്നൈസബിൾ കുറ്റം? എന്നാൽ ഏത് കുറ്റത്തിനാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പ്രാധികാരമില്ലാത്തത്, ഏത് കുറ്റത്തിനാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്തത്, അപ്പൊ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്തത് അങ്ങനെയുള്ള കുറ്റമെന്നും കോഗ്നൈസബിൾ അല്ലാത്ത കേസെന്നും അല്ലെങ്കിൽ ഏത് കേസിലാണോ അർത്ഥമാകുന്നത് അതിന്റെ അർത്ഥം വേറെ ഒന്നുമല്ലടാ, നോൺ കോഗ്നൈസബിൾ കുറ്റം അല്ലെങ്കിൽ കോഗ്നൈസബിൾ അല്ലാത്ത ഒരു കുറ്റം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പോലീസിന് വാറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ, കണ്ടോ, പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല.
വാറണ്ട് ഇല്ലാതെ അയാളെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല. വാറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ, എങ്കിൽ അത് നോൺ കോഗ്നൈസബിൾ കുറ്റം. പോലീസിന് ഈ വാറണ്ടും മജിസ്ട്രേറ്റ് കൊടുക്കുന്ന ഈ വാറണ്ടും കൊണ്ട് മാത്രമേ ആളിന്റെ അടുത്ത് എത്താൻ പറ്റുമെങ്കിൽ അത് നോൺ കോഗ്നൈസബിൾ കുറ്റമാണ്. അത് മനസ്സിലാക്കുക. ഇത് 2 clause ഓയിൽ പറയുന്നുണ്ട്, പട്ടിക 1-ലും പറയുന്നുണ്ട്. ഓർമ്മയുണ്ടോ? പട്ടിക 1-ലും പറയുന്നുണ്ട്. ഓർമ്മയുണ്ടോ? ഉണ്ട്. ഇനി 2 clause X ഉണ്ട്, 2 clause Y ഉണ്ട്, 2 clause Z ഉണ്ട്. ഇനി 2 clause X, 2 clause Y, 2 clause Z എന്നറിയുക. എന്താണ് X, Y, Z എന്ന് പഠിക്കുമ്പോൾ ആദ്യം നമുക്ക് Z ഒന്ന് പഠിക്കാം. എന്താണ് Z? 2 clause Z എന്നാൽ കേസ് എന്നാൽ വാറണ്ട് കേസാണ്, സമൻസ് കേസ് അല്ല, വാറണ്ട് കേസ്. വാറണ്ട് കേസ് എന്നാൽ മരണശിക്ഷയോ ജീവപര്യന്ത തടവ് ശിക്ഷയോ 2 വർഷത്തിൽ കവിയുന്ന കാലത്തെ തടവ് ശിക്ഷയോ നൽകി ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റമാണെങ്കിൽ അത് വാറണ്ട് കേസ്. ഒരു വ്യക്തിക്ക് 2 വർഷമോ ജീവപര്യന്തമോ വധശിക്ഷയോ നൽകി ശിക്ഷിക്കപ്പെടാവുന്ന കേസാണെങ്കിൽ അത് വാറണ്ട് കേസ്. 2 വർഷമോ ജീവപര്യന്തമോ വധശിക്ഷയോ നൽകാവുന്ന കേസാണെങ്കിൽ അത് വാറണ്ട് കേസും. അതല്ലാത്തതെല്ലാം ഏതിലും വരും? സമൻസ് കേസിലും വരും. സമൻസ് കേസ് എന്നാൽ കുറ്റത്തെ സംബന്ധിക്കുന്നത്, എന്നാൽ ഒരു വാറണ്ട് കേസ് അല്ലാത്തതുമായ കേസാണ് എന്ത്? സമൻസ് കേസ്. ഇനി 2 clause Y എന്നാൽ കുറ്റത്തിന്റെ ഇര എന്നാണ് അർത്ഥം. കുറ്റത്തിന്റെ ഇര. ഇര എന്നാൽ പ്രതിയുടെ കൃത്യമോ കൃത്യവിലോപമോ മൂലം, പ്രതിയുടെ കൃത്യമോ കൃത്യവിലോപമോ മൂലം ക്ഷതിയോ നഷ്ടമോ ക്ഷതിയോ. നഷ്ടം എന്ന് പറഞ്ഞാൽ പണനഷ്ടമാകാം, സമ്പത്ത് നഷ്ടമാകാം. അതോ ക്ഷതി എന്ന് പറഞ്ഞാൽ ശരീരത്തിന് എന്തെങ്കിലും ഹാനികരം ഉണ്ടാകുന്നു, അതാണ് ക്ഷതി. ക്ഷതിയോ അനുഭവിച്ചിട്ടുള്ള ആൾ എന്നർത്ഥമാകുന്നതും അത്തരം ഇരയുടെ രക്ഷകർത്താവോ നിയമാനുസൃത അനന്തരാവകാശിയോ ഉൾപ്പെടുന്നതുമാകുന്നു. അപ്പൊ ഇര എന്നാൽ ഒരു കുട്ടിയുടെ മാല ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയാൽ കുട്ടി ഇരയാണ്. കുട്ടിയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ ഉള്ളവർ ഇരയാണ്. അല്ലെ, കുട്ടിക്ക് ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടായാലും അല്ലെങ്കിൽ കുട്ടിക്ക് നാശനഷ്ടം ഉണ്ടായാലും കുട്ടിക്ക് എന്നല്ല ഏതൊരു വ്യക്തിക്കാണ് അത് ഉണ്ടാകുന്ന അയാളെയാണ് ഇര എന്ന് പറയുന്നത് 2 clause Y. ഇത്രയുമാണ് നമ്മുടെ ഡെഫിനിഷൻസ് എന്നൊരു പോർഷനിൽ നമ്മൾ എടുത്തത്. ഇനി അടുത്തൊരു പോർഷൻ, നമ്മൾ സിലബസിലെ അടുത്തൊരു പോർഷൻ ചാപ്റ്റർ 4-ലേക്ക് പോകുന്നു. എന്താണ്? മേലുദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങളും മജിസ്ട്രേറ്റുമാർക്കും പോലീസിനുമായുള്ള സഹായം എന്നാണ് അടുത്ത ഹെഡിങ്. എന്താണ്? മേലുദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങളും മജിസ്ട്രേറ്റുമാർക്കും പോലീസിനുമുള്ള സഹായം എന്നാണ് അടുത്ത പോർഷൻ വരുന്നത്. എന്താണ് 30ാമത്തെ സെക്ഷൻ പറയുന്നത്? പോലീസ് മേലുദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങൾ പദവിയിൽ, അതിന്റെ അർത്ഥം പോലീസ് മേലുദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങൾ എന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലാക്കി പഠിക്കണേ. സെക്ഷൻ 30 ആണ്. BNSSലെ സെക്ഷൻ 30. പദവിയിൽ ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന്റെ മീതെയുള്ള, ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥനെ ഞാൻ കേരള പോലീസ് ആക്ടിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ SHO എന്ന് പറഞ്ഞാൽ അത് ഇൻസ്പെക്ടർ ആകാം, ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആകാം. അറിയാമല്ലോ, 3 സ്റ്റാർ ഉള്ള ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അപ്പൊ അദ്ദേഹമാകാം. അപ്പൊ അദ്ദേഹമാണ് ഒരു സ്റ്റേഷന്റെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. കണ്ടോ? അപ്പൊ ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന്റെ മീതെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക്, അപ്പൊ ഇദ്ദേഹത്തിന്റെ മുകളിൽ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണും. ആരൊക്കെ? DYSP കാണും, SP കാണും, DIG കാണും, IG കാണും, അങ്ങനെ മുതൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം, ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇയാളുടെ മേൽ ഒരു അധികാരം ഉണ്ടാകുമല്ലോ. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരം ഉണ്ടാവില്ലേ? ഉണ്ടാകും. അപ്പൊ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു സ്ഥലത്തിന്മേൽ ഒരു അധികാരമുണ്ടോ? അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്റ്റേഷനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ആ സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലത്തിന്റെ അധികാര പരിധി ഇദ്ദേഹത്തിന് ഉണ്ടല്ലോ? ഉണ്ട്. അതേ അധികാരം തന്നെ ഇദ്ദേഹത്തിനെ നിയമിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാർക്കും ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലാക്കുക. ഇനി ഞാൻ പറയുന്ന ശ്രദ്ധിക്കുക. പദവിയില് ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന്റെ മീതെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന് അയാളുടെ സ്റ്റേഷന്റെ അതിർത്തിക്കുള്ളിൽ പ്രയോഗിക്കാവുന്ന അതേ അധികാരങ്ങൾ അവരെ നിയമിച്ച തദ്ദേശ പ്രദേശത്തിൽ എല്ലായിടത്തും പ്രയോഗിക്കാവുന്നതാണ് എന്നാണ് ഇതിൽ പറയുന്നത്, സെക്ഷൻ 30 പറയുന്നത്. അതായത് ഇദ്ദേഹം ആർക്കാണോ ഒരു പ്രദേശത്ത് നോക്കാൻ അധികാരം കൊടുത്തിരിക്കുന്നത് ആ വ്യക്തിക്ക് ആ പ്രദേശത്തുള്ള അതേ അധികാരം ഈ വ്യക്തിക്കും ആ പ്രദേശത്തുണ്ട് എന്നാണ്. ഞാൻ നിയമിക്കുന്ന ആളിന് ആ സ്ഥലത്ത് അധികാരമുണ്ടെങ്കിൽ എനിക്കും ആ സ്ഥലത്ത് അധികാരം ഉണ്ടാവുമല്ലോ. അതാണ് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 30. സെക്ഷൻ 30 മറ്റൊരു കാര്യം കൂടെ പറയുന്നു. അന്വേഷണത്തിന് ഉത്തരവിടാൻ പോലീസ് മേധാവി, പോലീസ് മേധാവി നമുക്കറിയാലോ SPC എന്ന് പറയും, സ്റ്റേറ്റ് പോലീസ് ചീഫ്. പോലീസ് മേധാവി എന്ന് പറഞ്ഞാൽ SPC, സ്റ്റേറ്റ് പോലീസ് ചീഫ് അല്ലെ. അപ്പൊ അന്വേഷണത്തിന് ഉത്തരവിടാൻ പോലീസ് മേധാവിക്കുള്ള അധികാരം എന്താണെന്ന് ചോദിച്ചാൽ, പോലീസ് മേധാവിക്ക് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴി മാത്രം, പോലീസ് മേധാവിക്ക് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴി മാത്രം
ഒരു പോലീസ് മേലുദ്യോഗസ്ഥന് ആധികാരികതയുള്ള പ്രാദേശിക മേഖലയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കുറ്റത്തെക്കുറിച്ച് അന്വേഷിക്കാനോ കൂടുതൽ അന്വേഷണത്തിനായി അനുമതി തേടാനോ അദ്ദേഹത്തെ അധികാരപ്പെടുത്താവുന്നു. അപ്പോ പോലീസ് മേധാവിക്ക് ആ സ്ഥലത്ത് എന്തെങ്കിലും അന്വേഷണം നടത്താൻ അധികാരമുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക, ബോർ വിചാരിക്കരുത്, ടോപ്പിക് അങ്ങനെയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു സ്ഥലത്ത് അന്വേഷണം നടത്താൻ അധികാരമുണ്ട്. പക്ഷെ എന്ത് അധികാരമുണ്ടെങ്കിലും അദ്ദേഹത്തിന് എന്ത് കിട്ടണം? ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴി മാത്രമേ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന് അധികാരമുള്ള ഒരു പോലീസ് മേലുദ്യോഗസ്ഥന് അധികാരമുള്ള പ്രാദേശിക മേഖലയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കുറ്റത്തെക്കുറിച്ച് അന്വേഷിക്കാനോ കൂടുതൽ അന്വേഷണത്തിനായി അനുമതി തേടാനോ അദ്ദേഹത്തെ അധികാരപ്പെടുത്താനോ പറ്റുന്നു എന്ന് ഓർമ്മിക്കുക. അതാണ് സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ അധികാരം. അതായത് പോലീസ് മേലുദ്യോഗസ്ഥനായാലും ശരി, ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഉത്തരവ് കളക്ടറിന്റെയോ ഗവൺമെന്റിന്റെയോ ഒരു ഉത്തരവ് കിട്ടിയാൽ മാത്രമേ നമുക്കത് അന്വേഷിക്കാൻ പാടുള്ളൂ എന്നാണ് സെക്ഷൻ 30 പറയുന്നത്. അപ്പൊ നമ്മുടെ അധികാരത്തെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 30 കേട്ട് പഠിക്കുക. സെക്ഷൻ 31 പറയുന്നത് മജിസ്ട്രേറ്റുമാർക്കും പോലീസുകാർക്കും പൊതുജനങ്ങൾ എപ്പോൾ പിന്തുണ നൽകണം. മജിസ്ട്രേറ്റുമാർക്കും പോലീസിനും പൊതുജനങ്ങൾ എപ്പോൾ പിന്തുണ നൽകണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 31. എപ്പോൾ പിന്തുണ നൽകണം നോക്കാം. എ എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ, ഒന്ന്, നമ്മളിപ്പോ പൊതുജനങ്ങളാണല്ലോ നമ്മൾ, അപ്പൊ നമ്മൾ എപ്പോഴൊക്കെ പോലീസ് ഉദ്യോഗസ്ഥനും മജിസ്ട്രേറ്റിനും പിന്തുണ നൽകണം എന്ന് ചോദിച്ചാൽ, ഒന്ന്, അങ്ങനെയുള്ള മജിസ്ട്രേറ്റിനോ പോലീസ് ഉദ്യോഗസ്ഥനോ അറസ്റ്റ് ചെയ്യാൻ പ്രാധികാരം നൽകപ്പെട്ടിട്ടുള്ള മറ്റേതെങ്കിലും ആളെ പിടിക്കുന്നതിലോ അയാൾ രക്ഷപ്പെടുന്നത് തടയാൻ വേണ്ടി. അപ്പോ അങ്ങനെയുള്ള മജിസ്ട്രേറ്റിനോ പോലീസ് ഉദ്യോഗസ്ഥനോ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകപ്പെട്ടുള്ളൂ. അതായത് ഞാൻ പോലീസാണ് അല്ലെങ്കിൽ ഞാൻ മജിസ്ട്രേറ്റ് ആണ്, എനിക്ക് അധികാരമുള്ള ഒരു പ്രദേശത്ത് ഒരുത്തനെ പിടിക്കാൻ എനിക്ക് അധികാരമുണ്ട്. ആ അധികാരമുള്ള വ്യക്തി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും മുമ്പ് നാട്ടുകാരായ നിങ്ങൾക്ക് അയാളെ പിടിക്കാൻ പോലീസിനെയോ മജിസ്ട്രേറ്റിനെ സഹായിക്കാം. 2, ഒരു സമാധാന ലംഘനം തടയുന്നതിലോ അമർത്തുന്നതിലോ അല്ലെങ്കിൽ, അപ്പൊ ഒരു സമാധാന ലംഘനം, എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് നടക്കുന്നു, ഒരു സമാധാന ലംഘനം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം ആരുടെ മുന്നിൽ എത്തിക്കുക? ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ അത് അറിയിക്കുക എന്നാണ് പറയുന്നത്. സി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പൊതുവസ്തുവിനെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ക്ഷതി തടയാൻ, ഏതെങ്കിലും ഗവൺമെന്റ് പ്രോപ്പർട്ടിയിൽ ആരെങ്കിലും ഉപദ്രവിച്ച് അല്ലെങ്കിൽ അതിന് കേടുപാട് വരുത്താൻ ശ്രമിച്ചാൽ അതെന്താവും? അതും ഇതിനകത്ത് ഉൾപ്പെടുത്തും. ഏതെങ്കിലും പൊതുവസ്തുക്കൾ ഒരാൾ കേടുപാട് വരുത്താൻ ശ്രമിച്ചാലും അതിനെ ഇതിനകത്ത് ചെയ്യാം, മജിസ്ട്രേറ്റിനോ പോലീസിനോ സഹായം നൽകാം, പിന്തുണ നൽകാൻ ബാധ്യസ്ഥനാകുന്നു. ഇനി 32ാമത്തെ സെക്ഷനാണ് പോലീസ് ഓഫീസർ അല്ലാത്ത വാറണ്ട് നടത്തുന്ന ആൾക്കുള്ള സഹായം. അപ്പോൾ പോലീസ് ഓഫീസർ അല്ലാത്ത വാറണ്ട് നടത്തുന്ന ആൾക്കുള്ള സഹായം എന്തെന്ന് ചോദിച്ചാൽ, ഒരു വാറണ്ട് പോലീസ് ഉദ്യോഗസ്ഥനല്ലാത്ത ഒരാൾക്ക് അധികാരപ്പെടുത്തി കൊടുത്തിരിക്കുമ്പോൾ, അപ്പൊ ഒരു വാറണ്ട് പോലീസ് ഉദ്യോഗസ്ഥനല്ലാത്ത ഒരാൾക്ക് അധികാരപ്പെടുത്തി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം? സാധാരണ വാറണ്ട് കോടതി കൊടുക്കുന്ന ആർക്കാണ്? പോലീസിനാണ്. എന്തിനാണ്? അയാളെ പിടിച്ചുകൊണ്ട് വരാൻ. കോടതിക്ക് അത് പോലീസിനെ കൊണ്ട് മാത്രമല്ല, കോടതിക്ക് നേരിട്ടും വാറണ്ട് നടപ്പിലാക്കാം എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് പോലീസ് ഓഫീസർ അല്ലാത്ത ഒരാളെ കൊണ്ട് വാറണ്ട് നടത്തിക്കുമ്പോൾ ആ വാറണ്ട് അധികാരപ്പെടുത്തി കൊടുക്കപ്പെട്ടയാൾ അടുത്തുണ്ടായിരിക്കുകയും, വാറണ്ട് നടത്തുന്നതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, അപ്പൊ ഈ കൊടുത്ത ആള് തന്നെ മജിസ്ട്രേറ്റ് തന്നെ കൂടെ നിൽക്കുകയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അങ്ങനെയുള്ള വാറണ്ട് നടത്തുന്നതിൽ മറ്റേതെങ്കിലും ആൾക്ക് സഹായിക്കാവുന്നതാണ്. അപ്പൊ വാറണ്ട് നടത്താൻ ഈ വ്യക്തിയോടുകൂടെ വാറണ്ട് നടത്താൻ വാറണ്ട് കൊടുത്താൽ അവനെ പിടിക്കേണ്ടി വരും. പിടിക്കാൻ വേണ്ടി മറ്റേതെങ്കിലും വ്യക്തിക്ക് എന്ത് ചെയ്യാം? അയാളെ സഹായിക്കാം എന്നാണ് ഈ സെക്ഷൻ 32 പറയുന്നത്. അതായത് പോലീസ് അല്ലാത്ത ഒരു വ്യക്തിക്കും വാറണ്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കാമെന്ന സ്റ്റേറ്റ്മെന്റ് വരുള്ളൂ. ശരിയാണ്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യാം? മറ്റേതെങ്കിലും വ്യക്തിക്കും അത് സഹായിക്കാം, കൊടുക്കാൻ വേണ്ടി സഹായിക്കാം എന്നാണ് അവിടെ പറയുന്നത്. ഇനി 33 എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ ചില കുറ്റത്തെക്കുറിച്ച് വിവരം നൽകണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 33. പൊതുജനങ്ങൾ ചില കുറ്റത്തെക്കുറിച്ച് പറയുന്ന വിവരം. ഇതിൽ കുറെ സെക്ഷൻസ് ആണ്. 101 മുതൽ 103 മുതൽ 105, 110. അതായത് ഇതെല്ലാം പല കുറ്റങ്ങളാണ്. ഇതെല്ലാം കുറ്റങ്ങൾ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരുമിച്ച് പറഞ്ഞുതരാം. ഈ എല്ലാ കുറ്റം എന്ന് പറഞ്ഞാൽ ഈ കണക്ഷൻ സെക്ഷനകത്തുള്ള കുറ്റങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, കൊലപാതകം വരും, ബലാത്സംഗം വരും, കള്ളനോട്ടടി വരും, ഭക്ഷണത്തിൽ മായം ചേർക്കൽ വരും, സംഘടിത കലാപം വരും, തീവ്രവാദ പ്രവർത്തനം വരും. ഓക്കെ അല്ലേ? അപ്പോ ഇതുമായിട്ട് വഴി തടസ്സപ്പെടുത്തൽ വരും. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ആണ് ഈ സെക്ഷനുകളിൽ പറയുന്നത്.
അപ്പൊ 33ാമത്തെ സെക്ഷൻ നിങ്ങൾ പൊതുജനങ്ങൾ ചില കുറ്റങ്ങളെ കുറിച്ച് വിവരം നൽകണം. ഏതൊക്കെ കുറ്റകൃത്യങ്ങൾ? ഈ പറയുന്ന ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകണം. എപ്പോൾ? എന്നിവയിൽ ഏതിനെങ്കിലും കീഴിൽ ശിക്ഷിക്കപ്പെടാവുന്ന ഏതെങ്കിലും കുറ്റം ചെയ്തതിനെ കുറിച്ചോ ചെയ്യുവാനുള്ള മറ്റേതെങ്കിലും ആളുടെ ഉദ്ദേശത്തെക്കുറിച്ചോ അറിവുള്ള ഏതൊരാളും. അപ്പൊ ഒരാള് ഈ പറയുന്ന കുറ്റം, ഒരാൾ കൊല്ലാൻ പോവുകയോ അല്ലെങ്കിൽ ഒരാൾ തടസ്സപ്പെടുത്താൻ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതായിട്ട് കിട്ടിയാൽ അറിവുള്ള ഏതൊരാളും ന്യായമായ ഏതെങ്കിലും കാരണത്തിന്റെ അഭാവത്തിൽ അങ്ങനെ കുറ്റം ചെയ്തതിനെ കുറിച്ചോ അങ്ങനെയുള്ള ഉദ്ദേശത്തെക്കുറിച്ചോ ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിനോ പോലീസ് ഉദ്യോഗസ്ഥനോ ഉടനെ വിവരം നൽകേണ്ടതും ആ കാരണം തെളിയിക്കേണ്ട ഭാരം അങ്ങനെയുള്ള ആൾക്കും ആയിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ നേരിട്ടോ പോയി പോലീസിനോട് പറയാണ്, സാർ ഒരാൾ ഒരു കൊലപാതകം ചെയ്യാൻ പോവുകയാണ്, ഒരാളെ ഉപദ്രവിക്കാൻ പോവുകയാണ്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടു അല്ലെ, ഒരാൾ കള്ളനോട്ടടിക്കാൻ പോവുകയാണ്, ഒരാൾ തീവ്രവാദ പ്രവർത്തനം, ഇതൊക്കെ നിങ്ങൾ പോലീസിനോട് പറയും. എത്രയും വേഗം അറിയിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ അറിയിക്കുന്ന സമയത്ത് ഇത് നിങ്ങൾ തെളിയിക്കേണ്ട ബാധ്യത കൂടെ നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. തെളിയിക്കേണ്ട ഭാരം അങ്ങനെ അറിവുള്ള ആൾക്കായിരിക്കണം. കാരണം അയാളാണല്ലോ ഇത് കണ്ടത്. അപ്പൊ തെളിവ് കൊടുക്കാനുള്ള അവകാശം അദ്ദേഹത്തിനാണ് എന്നറിയുക. ഓക്കെ, ഈ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് കുറ്റം എന്ന പദത്തിൽ ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ചെയ്യുന്നതും ഇന്ത്യയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് കുറ്റമാകുന്നു എന്നർത്ഥമാകുന്നു. വേറെ ഒന്നുമില്ല, കുറ്റം എന്നാൽ അത് ഇന്ത്യക്ക് പുറത്ത് വെച്ച് ചെയ്താലും ഇന്ത്യക്ക് അകത്ത് വെച്ച് ചെയ്താലും കുറ്റം തന്നെയാണ് എന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. സെക്ഷൻ 34 എന്താണ്? ഗ്രാമത്തിന്റെ കാര്യങ്ങൾ സംബന്ധിച്ച് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ചില റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ചുമതല. അപ്പൊ സെക്ഷൻ 34 പറഞ്ഞിരിക്കുന്നു, ഗ്രാമത്തിന്റെ കാര്യങ്ങൾ സംബന്ധിച്ച് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ചില റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ചുമതല. അപ്പോ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ 34(1) ഒരു ഗ്രാമത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഓരോ ഉദ്യോഗസ്ഥനും അതായത് ഗ്രാമത്തലവൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചാൽ അതൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം, ഒരു പഞ്ചായത്തിൽ അംഗമാകാം, തുടങ്ങിയവരൊക്കെ ആകാം. അവർ ആ ഗ്രാമത്തിന്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനോ ഇവരിൽ ആരാണ് അടുത്തുള്ളത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അവ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഉള്ള ഉദ്യോഗസ്ഥനോട് ഈ ഗ്രാമത്തലവന് എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഗ്രാമത്തിലോ സമീപത്തോ മോഷ്ടിച്ച സ്വത്തിന്റെ ഏതെങ്കിലും കുപ്രസിദ്ധ സ്വീകർത്താവിന്റെ അല്ലെങ്കിൽ വിൽപ്പനക്കാരന്റെ സ്ഥിരമോ താൽക്കാലികമായ താമസം. അപ്പോ അതാണോ ഈ മോഷ്ടിച്ച വസ്തുക്കൾ സ്ഥിരമായി വാങ്ങി വിൽക്കുന്ന ഒരുത്തൻ ആ സ്ഥലത്തുണ്ടെങ്കിൽ അവന്റെ ഡീറ്റെയിൽസോ അവന്റെ താമസമോ ആരെ അറിയിക്കണം? പോലീസിനെ അറിയിക്കണം. 2 കവർച്ചക്കാരനോ രക്ഷപ്പെട്ടോ കുറ്റവാളിയോ പ്രഖ്യാപിത കുറ്റവാളിയോ ആണെന്ന് അറിയപ്പെടുന്നതോ ന്യായമായ സംശയം. അപ്പൊ ഒരുത്തൻ കവർച്ചക്കാരനാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് അവനെ പ്രഖ്യാപിത കുറ്റവാളിയായി പ്രഖ്യാപിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള വ്യക്തിയാണ് ആ സ്ഥലത്തുണ്ടെങ്കിൽ അവന്റെ വിവരവും എന്ത് ചെയ്യണം? എത്രയും വേഗം പോലീസിനെ അറിയിക്കണം. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് നോക്കിയാൽ ഈ പോയിന്റ് ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാരിന്റെ മുൻ അനുമതിയോടെ പുറപ്പെടുവിച്ച പൊതുവായ അല്ലെങ്കിൽ പ്രത്യേക ഉത്തരവിലൂടെ ക്രമപരിപാലനത്തെയോ കുറ്റകൃത്യം തടയുന്നതിനെയോ വ്യക്തിയുടെയോ വസ്തുക്കളുടെയോ സുരക്ഷയെ ബാധിക്കുന്ന ഏതൊരു കാര്യത്തെയും സംബന്ധിച്ച വിവരങ്ങളുടെ ആശയവിനിമയം. അതായത് ഇത് സി ആണ് വരുന്നത്. സി അതായത് ജില്ലാ മജിസ്ട്രേറ്റ് ജില്ലാ കളക്ടർ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സർക്കാരിന്റെ മുൻ അനുമതിയോടെ ഈ സ്ഥലത്ത് എന്തെങ്കിലും കുറ്റകൃത്യം നടക്കുകയോ നടക്കാൻ സാധിക്കുകയോ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എത്രയും വേഗം അതും ഈ ഗ്രാമത്തലവൻ ആരാണ് ശ്രദ്ധയിൽ കൊണ്ടുവരണം? പോലീസിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അടുത്തത് ഈ 34(2) എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ ഗ്രാമഭൂമിയും ഉൾപ്പെടുന്നു. അപ്പൊ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിന്റെ ഭൂമിയും ഉൾപ്പെടുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ പ്രഖ്യാപിത കുറ്റവാളി എന്ന പ്രയോഗത്തിൽ ഇതിനകത്ത് മറ്റൊരു വാക്കുണ്ട്, പ്രഖ്യാപിത കുറ്റവാളി എവിടെ വെച്ച് കണ്ടാലും പിടിച്ചു കൊടുക്കാം. പ്രൊക്ലൈംഡ് ഒഫൻഡർ അല്ലെങ്കിൽ പ്രഖ്യാപിത കുറ്റവാളി എന്നാൽ അത് ഏതെങ്കിലും കോടതിയുടെ അധികാരിയോ അല്ലെങ്കിൽ അധികാരിയോ കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്ന ഏതൊരു വ്യക്തിയും ഉൾപ്പെടുന്നു. അപ്പൊ കോടതി കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ച ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ BNS 2023 പ്രകാരം 10 വർഷമോ അതിൽ കൂടുതൽ തടവോ ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന ഏതെങ്കിലും കുറ്റകൃത്യത്തിന് ശിക്ഷാർഹമായ വ്യക്തിയാണെങ്കിലും അയാളെ എന്തായിട്ട് കണക്കാക്കാം? പ്രഖ്യാപിത കുറ്റവാളിയായി കണക്കാക്കാം. ഒന്നുകിൽ ഗവൺമെന്റോ അല്ലെങ്കിൽ കോടതിയോ ഇയാളെ അന്വേഷിക്കുന്നുണ്ടാവും കുറ്റകൃത്യവുമായിട്ട് ബന്ധം, അല്ലെങ്കിൽ 10ന് എബുവായിട്ടുള്ള തടവോ ജീവപര്യന്തമോ കിട്ടിയ വ്യക്തിയും പ്രഖ്യാപിത കുറ്റവാളി എന്ന് ഇതിനകത്ത് പറയാം. ഇനി ഗ്രാമത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ എന്ന വാക്കിനർത്ഥം ഗ്രാമത്തിലെ പഞ്ചായത്തിലെ ഒരു അംഗം, ഞാനിത് ആദ്യമേ പറഞ്ഞതല്ലേ, ഗ്രാമത്തിലെ പഞ്ചായത്തിലെ ഒരു അംഗവും ഗ്രാമത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചടങ്ങ് നിർവഹിക്കുന്നതിന് നിയുക്തനായ ഓരോ ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ മറ്റു വ്യക്തികളും ഉൾപ്പെടുന്നു. അപ്പൊ ഗ്രാമത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ, അതായത് ആരാണത് എന്ന് വാക്കുന്നത്? ഗ്രാമപഞ്ചായത്തിലെ ഒരു അംഗമാകാം, ഗ്രാമത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചടങ്ങ് നിർവഹിക്കുന്നതിന് നിയുക്തനായ ഓരോ ഉദ്യോഗസ്ഥനും ആരായിട്ട് കണക്കാക്കാം?
ഗ്രാമത്തലവനായി കണക്കാക്കാം. അപ്പൊ നമ്മൾ സിലബസിൽ പഠിച്ച സെക്ഷൻ ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ആദ്യം ഞാൻ ഡെഫിനിഷൻസ് പഠിച്ചു. അടുത്ത് നമുക്ക് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങളും ജനങ്ങളുടെ സഹായവും എന്ന ടോപ്പിക്കാണ് പഠിച്ചത്. നന്നായിട്ട് ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു പാഠം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ അടുത്ത പാട്ടുമായി വീണ്ടും കാണാം. താങ്ക് യു.